നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അബിക്കിട്ട് നല്ല മുട്ടം പണി തന്നെയാണ് കിട്ടുന്നത്. അബി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമൊന്നും ആയിരുന്നില്ലോ നടന്ന്. ദൈവമേ, അനഘയെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അബിക്ക് അറിയില്ല. താൻ പെട്ടാ തന്നെ. ഒടുവില് അബി എന്ത് ചെയ്തു? നാഗേന്ദ്രനെ കാണാൻ തന്നെ തീരുമാനിച്ചു. അവളെ എങ്ങനെയാണെങ്കിലും ഇല്ലാതാക്കണം. അവള് ജീവനോടെ ഇരിക്കുന്ന തന്റെ ജീവൻ ആപത്താണ്. നബി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ഈ വീടിന് പുറത്താണ്. അത് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നാഗേന്ദ്രനെ കാണാൻ ചെന്നു. നാഗേന്ദ്രനെ കാണാൻ ചെന്നിട്ട് അബിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നാഗേന്ദ്രനോട് കാര്യങ്ങൾ പറയണം. ആദർശം നയനയും ചേർന്ന് അനഘയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, അവൻ മനഃപൂർവ്വം നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്നെ തകർക്കാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. ആ വീട്ടിൽ നിന്ന് നിന്നെ ഓടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാ. ദേബി, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടേക്ക് വന്നത് പോലും എന്തിനാന്ന് നിനക്കറിയാലോ. അനന്തപുരി കര തകർക്കണം എന്നുള്ള മോഹമായിട്ടാ. അപ്പൊ പിന്നെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മോഹം നടക്കില്ല. നീ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അല്ലച്ച, അത് പിന്നെ അനഘ, അവളുടെ കാര്യം ഞാൻ ഏറ്റു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതിന് വേണ്ടുന്ന പണികൾ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അച്ഛാ. ആകെപ്പാടെ വിഷമത്തിലാ ഞാൻ. നവ്യക്കാണെങ്കിൽ എന്റെ മേലിപ്പോ ഒരു സംശയവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നാളെ ഒരു പക്ഷെ അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടിയാല്, അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടാനോ? അതിനു മുമ്പ് തന്നെ അവളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. പക്ഷെ മോളെ, അവളെ നീ നോക്കണം. അവൾക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. ഇല്ലച്ച, ഞാൻ അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞു. നിന്റെ കുഞ്ഞാന്നുള്ള കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. ഞാൻ അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അനഘയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. നീ വിഷമിക്കാതറ. പിന്നെ നവ്യക്കൊന്നും അറിയത്തില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ല, നവ്യക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവൾ ഇപ്പോഴും എന്നെ വിശ്വസിച്ചിരിക്കുക. അവൾക്ക് അച്ഛനോട് പോലും പ്രിയമുണ്ട്. കാരണം അമ്മയാണ് തെറ്റുകാരി എന്ന് അവള് പറയണേ. അതാണല്ലോ അവൾ ഇപ്പോഴും എൻ ജ്വല്ലറി ജോലിക്ക് വരുന്നേ. എൻ ജ്വല്ലറിയെയും അച്ഛനെയും എല്ലാരെയും അവൾക്ക് വിശ്വാസമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവളൊന്നും കേൾക്കാനിട്ട് കൂട്ടാക്കുന്നില്ല. അതെ, അത് തന്നെയാണ് വേണ്ടത്. എന്താണെങ്കിലും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. പിന്നെ നീ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്ന പരിപാടി നിർത്തിക്കണം. അറിയാലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ആ വീട്ടിൽ നിന്ന് പുറത്തായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അച്ഛാ, മുത്തശ്ശൻ എനിക്ക് അവസാനം താക്കിന്ന് തന്നു കഴിഞ്ഞു. എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന. അതാ എനിക്കൊരു ഭയം. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് നവ്യയും കൂടെ സത്യങ്ങൾ അറിഞ്ഞാലോ എന്നൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് നവ്യ ആദർശനെയും നയനെയും കാണാനായിട്ട് ചെന്നു. പിന്നീട് ആദർശനും നയനോടും കാര്യങ്ങൾ പറയണം. അബി പറഞ്ഞ കാര്യങ്ങള് നാഗേന്ദ്രനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അവന്റെ അച്ഛനെ വെച്ചിട്ടാണ് അവൻ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത്. അവൻ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അനഘയെ തീർക്കുന്ന. നയന പറഞ്ഞു, അല്ല നവ്യേച്ചിയോട് അവൻ കാര്യങ്ങൾ പറയില്ലേ? പറയൂന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അനഘയുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. എനിക്കെപ്പോഴും ആ മുറിയിലേക്ക് നോക്കാൻ പറ്റില്ലെന്ന് അറിയാലോ. നയന പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓമന ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? അവളുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കാനായിട്ട്. ഒരു പക്ഷേ അല്ലെങ്കിൽ ചിലപ്പം അബിയുടെ കാര്യമായതുകൊണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല ആദർശേട്ടാ. ഈ വീട്ടിൽ വന്നിട്ട് കയറിയിട്ട് ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. നബി പറഞ്ഞു, പറയാൻ പറ്റില്ല. പാമ്പിനെ വരെ കൊണ്ടുവന്ന് കടിപ്പിക്കാൻ നോക്കിയവനാ അബി. അപ്പൊ പിന്നെ അവന് എന്തൊക്കെ ചതികളായ പ്രവൃത്തികൾ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചന്തുമോളോട് വൈരാഗ്യം ഇല്ലാന്ന് തോന്നേ. ചന്തുമോളുടെ കാര്യത്തിൽ പേടിക്കണ്ട. പക്ഷെ അനഘയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദർശ് പറഞ്ഞു, അവന്റെ നീക്കങ്ങളുമായിട്ട് വരട്ടെ, എന്ത് വേണമെന്ന് അറിയാന്ന് പറഞ്ഞു. പിന്നീട് നന്ദുവിനെ അനി വിളിക്കുകയാണ്. അനി വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അഭിയേട്ടന് നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നല്ലേ? അതെ, നല്ല ഒന്നാം തരം പണി തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അഭിയേട്ടൻ ഇപ്പൊ ഒന്നും മേലാത്ത അവസ്ഥയല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ അനഘ ചേച്ചി സംസാരിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് ജലജ വന്നു. ജലജ എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എങ്ങനെയെങ്കിലും ആ അനഘ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്തിനാ അവളെ എന്തിനാ പറഞ്ഞു വിടുന്നേ? നിന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ അവള്? അല്ല, അത് പിന്നെ നവ്യ ഉള്ളപ്പോ എടി, നവ്യെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവളെ സ്നേഹിച്ചു വഞ്ചിച്ചവനല്ലേ നിന്റെ മകന്? എന്നിട്ട് അവനിപ്പോ എന്താ അവളെ കാണുമ്പോൾ ചതുർത്ഥിയാണോ? അതും പോരാഞ്ഞിട്ട് അവളെ കൊല്ലാൻ ഒരുങ്ങിയതല്ലേ? പിന്നെ നവ്യ മുമ്പ് ഇവിടെ നിന്ന സമയത്ത് ഞാൻ കൂടുതലൊന്നും വിളിച്ചു പറയാത്ത. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതല്ലച്ചാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ പോക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ വീട് വിട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ആ നാഗേന്ദ്രനോടൊപ്പം കൂടും. അത് ഈ കുടുംബത്തിന് തന്നെ നാശമാണെന്നറിയാലോ. നാശം അതെന്താണെങ്കിലും അവൻ എന്താണല്ലോ അങ്ങനെ ഒരു നാശം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവനെ തീർക്കേണ്ട വന്നാൽ ഞാൻ തീർക്കും ആ നാഗേന്ദ്രനെ.
അതിനും ഞാൻ മടിക്കില്ല. ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി. പക്ഷെ ഇനി അതുണ്ടാകത്തില്ല. അവൻ ചെയ്ത പ്രവൃത്തികളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. അപ്പോഴേക്കും ജലജയിലൊരു ഞെട്ടലുണ്ടായി. ജലജ പറഞ്ഞു, അതെ അച്ഛാ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നാഗേന്ദ്രനെ അഭിയം കൂടെ കൂട്ടുപിടിച്ച് എന്തൊക്കെ കഥകൾ മെനഞ്ഞ ഉണ്ടാക്കി പുറത്തിറക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം അച്ഛാ. ഞാൻ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കുമെന്ന് തോന്നില്ല. അവൻ മിക്കവാറും അവന്റെ അച്ഛനെ കാണാൻ പോകാൻ വഴിയുണ്ട്. എടി, നീ പറഞ്ഞിട്ട് നിന്റെ മാൻ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ വളർത്തുദോഷമാ. മുമ്പ് തൊട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നീ അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ അഭി വരുന്ന കഴിയുമ്പത്തേനും ജലജ പോയി ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യം പറയടാ, നീ നിന്റെ അച്ഛനെ കാണാൻ പോയതാണോ? ഈ അമ്മ ഇതെന്താ പറയണേ? ഞാൻ അച്ഛനെ കാണാനൊന്നും പോയതല്ലെന്ന് പറഞ്ഞു. പിന്നീട് അവന്തികയെ വിളിച്ചോണ്ട് അഭി അങ്ങോട്ട് മാറിപ്പോവാണ്. മാറിപ്പോയിട്ട് സംസാരിക്കുന്ന നവ്യയോട് ഒന്ന് ശ്രദ്ധിച്ചു. പക്ഷെ എന്താന്ന് കേൾക്കാൻ പറ്റുന്നില്ല. പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. അവന്തികയോട് അഭി പറഞ്ഞു, ഞാൻ അച്ഛനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കാര്യത്തിലുള്ള തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അഭിയേട്ടാ, ഇനി നവ്യ ചെയ്യാൻ എന്തെങ്കിലും സംശയം എന്തെങ്കിലും തോന്നുമോ? അവൾക്ക് സംശയമൊന്നും ഇതുവരെയായിട്ടും ഇല്ല. പക്ഷെ എപ്പോഴേത് നിമിഷമെന്ന് അറിയത്തില്ല. അഭിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. അച്ഛൻ ഒരു കാര്യം ഏറ്റെടുത്ത തന്നെയാ. പിന്നെ ഒരു കാരണവശാലും നീയും അച്ഛനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഈ കുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണമെന്ന്. അതെ, അമ്മയ്ക്ക് പോലും വാശിയാന്ന് പറഞ്ഞു. അതാ എനിക്ക് മനസ്സിലാകത്തെ. അച്ഛനെ കാണാൻ പോയപ്പോൾ അഭിയേട്ടന് ചോദിക്കാൻ മേലായിരുന്നു അതിന്റെ കാരണം എന്താന്ന്. അമ്മ പോലും അച്ഛനെ ഭയക്കുന്നുണ്ട്. ഈ കുടുംബത്തിലെല്ലാവർക്കും അച്ഛന്റെ പേര് കേൾക്കുന്ന പോലും പേടിയാണ്. അതിന്റെ കാരണം ചോദിക്കാൻ മേലായിരുന്നോ? ഞാൻ ഒരുപാട് തവണ ചോദിച്ച അന്തിയെ, പക്ഷെ ഇതുവരെയായിട്ട് അച്ഛൻ അതിന്റെ കാരണം പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അധികം നാളൊന്നും ഈ വീട്ടിലുണ്ടാകത്തില്ല. അല്ലെങ്കിലും എനിക്കിവിടെ ഇങ്ങനെ കിടക്കണമെന്ന് ഒരു താല്പര്യമില്ല. പക്ഷേങ്കില് അച്ഛൻ പറയുന്ന കുറച്ച് നാളും കൂടെ ഇവിടെ നിന്നേ മതിയാവുന്ന അനന്തപുരിക്കാരെ തകർക്കാനായിട്ട് ഞാൻ ഇവിടെ വേണമെന്ന്. അത് ശരിയാ. അഭിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. എന്തിനും ഏതിനും അഭിയേട്ടനോടൊപ്പം ഞാനും ഉണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ നടത്തുന്ന പ്ലാനുകളും കാര്യങ്ങളൊന്നും ആരും അറിയാനായിട്ട് പാടില്ല. എന്തിനേറെ പറയുന്നു, ആ നവ്യെന്ന് പറയുന്നവളോട് പോലും പറയരുത്. ഏയ്, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. സൂക്ഷിക്കണം. ആരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞു. മാറിയെന്ന് അവർ തമ്മിലുള്ള സംസാരം കേൾക്കുമായിരുന്ന നവ്യക്കൊരു കാര്യം ഉറപ്പായി. അവരെന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന്തിക പുറമെ കാണിക്കുന്നതൊക്കെ നാടകമാണ്. അവന്തികയുടെ ഉള്ളില് വേറെയാണ്. കാരണം അനന്തപുരിയോടുള്ള ദേഷ്യം എന്നുള്ള കാര്യം നവ്യക്ക് ഇപ്പൊ ഏറെക്കുറെയൊക്കെ മനസ്സിലായി. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ നവ്യ അനഘയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ അഭിയൊന്നും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ അനഘയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന്. നീ അഭിയെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വെറുക്കുന്ന ഒരുത്തിയെ ഞാനും ഇപ്പൊ. അറിയാലോ, നമ്മളെ രണ്ടുപേരെ ഒരേപോലെ വഞ്ചിച്ചാണ് അവന്. അപ്പൊ അവനെ വെറുതെ വിടാൻ പാടില്ല. നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് പോലും ഞാൻ പറഞ്ഞിട്ടാ നയനെ ആദർശേണ്ണും കൂടെ വിളിച്ചു വരുത്തിയത്. എനിക്ക് കാണണം, അവന്റെ മുഖം കാണണം. കാരണം നിന്നോട് ചതി ചെയ്തു, അത് മറച്ചു വെച്ച് എന്നോടും ചതി ചെയ്താ. അപ്പൊ നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണ്ടേ? അതിനുവേണ്ടി മാത്രം. നീ വിഷമിക്കുവൊന്നും വേണ്ട. ഇവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. നിന്നെ ഇല്ലാതാക്കാനായിരിക്കും അവന്റെ പ്ലാന്. പക്ഷെ നിന്റെ ദേഹത്തൊരു ഒരു തരി മണ്ണ് പോലും ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരുന്നു. മോൾക്കാണെങ്കിലും നിനക്കാണല്ലോ ഒരു ആപത്തും വരത്തില്ല. ആദ്യമൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യമൊക്കെ മാറിയിട്ടോ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചാൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അവൻ ചെയ്ത ക്രൂരതയുടെ ബലവ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അവൻ അത്രയ്ക്ക് ക്രൂരനാണ്. കൊല്ലാൻ പോലും മടിക്കാത്തവനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനഘയെ സമാധാനിപ്പിക്കുകയാണ്. അനഘയ്ക്കും ഭയങ്കര സന്തോഷം തോന്നി. എന്താണെങ്കിലും അവിടെ ചെന്നതിന് ശേഷം അനഘയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ദേവേനി നയനെ അവരെല്ലാം മാറി മാറി വന്ന് അനഘയുടെ അടുത്ത് എപ്പോഴും ഒരാളുണ്ടായിരിക്കും. ആളില്ലാതെ മാറത്തില്ല. കാരണം എപ്പോഴേ സമയത്ത് ഹബി കടന്നു വന്ന് എന്തെങ്കിലും ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ലോ. അതുകൊണ്ട് എപ്പോഴും നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പം അബിക്കിട്ട് നല്ല പണി കിട്ടുന്ന വിശേഷങ്ങളാണ് ഇനി നെക്സ്റ്റ് വീക്ക് പ്രമോയം നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.